ഹൊയ്യാറെ ഹൊയ്യാ ഹേ ഹേ ഹൊയ്യാറെ ഹൊയ്യാ. ഗൈസ് നമ്മൾ നോക്കാൻ പോകുന്നു ബെസ്റ്റ് നൂഡിൽസ് ഫൈൻഡിങ് ചാലഞ്ച്. അപ്പൊ നമ്മുടെ മാർക്കറ്റിലുള്ള കുറെ നൂഡിൽസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അറിയേണ്ടത് നമ്മൾ എപ്പോഴും കഴിക്കുന്നത് യപ്പി നൂഡിൽസ് ഒക്കെ ആണെന്നോ, പക്ഷെ അങ്ങനെ അല്ല. അതിലും മികച്ച അടിപൊളി ഐറ്റംസ് നമ്മുടെ മാർക്കറ്റിലുണ്ട്. അപ്പൊ നമ്മളൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത് ബെസ്റ്റ് നൂഡിൽസ് ഫൈൻഡിങ് ആണ് ഗൈസ്. അപ്പം നമ്മൾ വേറെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ കയ്യിൽ നിന്ന് ഒന്നും ഇടത്തില്ല, ഒന്നുമില്ല. പാക്കറ്റിൽ എന്തുണ്ടോ അത്. അപ്പൊ എന്റെ മൈക്കില്ല, മൈക്കുള്ള ആള് കാര്യം പറയുന്നില്ല, ഞാൻ മൈക്കൂരി എടുക്കില്ല. സംസാരിക്കും, ഇൻട്രോ പറയൂ. നമ്മൾ എന്ത് ചലഞ്ചാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? എല്ലാം പറഞ്ഞ് കറ കഥം, കാര്യം പറഞ്ഞപ്പോഴേ മൈക്ക് വെച്ച് തന്നെ. അതും കഥം, അതും കഥം. ഓരോന്ന് ഇനിയിപ്പോ മാഗി പൊടിക്കണ്ട, അവൻ നല്ല പൊടിച്ച് തന്നിട്ടുണ്ട്. ഇതൊരു കളിയായിട്ടോ. നമുക്കേ ചലഞ്ചിലോട്ട് പോവാം. എന്റെ മൈക്കിലാ. അപ്പൊ ഗൈസ് നമ്മള് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഒന്നും ആഡ് ചെയ്യുന്നില്ല, വെജിറ്റബിൾസോ ചിക്കനോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇത് റോ ആയിട്ട് തന്നെ ഇതിനകത്തുള്ള എന്തുണ്ടോ പാക്കറ്റിൽ എന്ത് പൊടിയുണ്ടോ അത് നമ്മൾ ആഡ് ചെയ്യും, കുക്ക് ചെയ്യും, കഴിക്കും. ബെസ്റ്റ് ഏതാന്ന് പറയും. ഇൻഗ്രീഡിയൻസ് നോക്കുന്നുണ്ടോ? ഇൻഗ്രീഡിയൻസ് വേണമെങ്കിൽ നോക്കാം. എന്തെങ്കിലും അതിനകത്ത് നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാൻ അതിനകത്ത് ഏതൊക്കെയാണ് അതിന്റെ കെമിക്കൽസ് ഒന്നും അറിയില്ല. എല്ലാത്തിലും കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രിസർവേറ്റീവ്സും കാണും. അങ്ങനെ അല്ലാതെ ഒന്നും കാണത്തില്ല. പിന്നെ നമുക്ക് ആട്ടയാണോ മൈദയാണോ നോക്കാം. കാരണം ആട്ടയാണല്ലോ മൈദ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തി. അപ്പൊ നമ്മൾ ആട്ടയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഹെൽത്തി കാറ്റഗറിയിലും, മൈദയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അൺഹെൽത്തി കാറ്റഗറിയിലും കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ബെസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ അത് ടേസ്റ്റ് ചെയ്തിട്ട് മാർക്ക് 5 5 സ്റ്റാറിലായിരിക്കും നമ്മൾ റേറ്റ് ചെയ്യുന്നത്. 1 to 5 നമ്മൾ ക്വാളിറ്റി മീൻസ് ഫുഡിന്റെ ടേസ്റ്റും അതിന്റെ ഇൻഗ്രീഡിയൻസും വെച്ചിട്ട് നമ്മൾ ഔട്ട് ഓഫ് 5 സ്റ്റാറിൽ ഇടും. അപ്പൊ ലെറ്റ്സ് ഗോ ഗൈസ്, നമ്മുടെ ഫൈൻഡിങ് നൂഡിൽസ് ചാലഞ്ചിലേക്ക് നമുക്ക് പോവാം. അപ്പൊ നമുക്ക് ആദ്യത്തെ പ്രോഡക്റ്റിലോട്ട് പോവാം. അപ്പൊ ഗൈസ് നമ്മുടെ സാധനം തുടങ്ങാം. ഓരോന്നായിട്ട് അമ്പൂട്ടന്റെ അവിടെ ഫുള്ള് സാധനം എടുത്തു കൊടുത്തിട്ട് അവനെ കളിക്കാതിരിക്കുക. അവൻ തരണം നമുക്ക് ഓരോന്ന്. അപ്പൊ നമുക്കേ എല്ലാവരുടെയും പ്രിയപ്പെട്ട മാഗി തന്നെ എടുക്കാം. അതാണല്ലോ എല്ലാവരുടെയും പ്രിയപ്പെട്ടത്. ഇത് അമ്പൂട്ടൻ മൊത്തം പൊടിച്ചിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല. നമ്മൾ ആദ്യം എടുത്തിട്ട് ഞാനിത് ആദ്യമായിട്ടാണ് ഈ ഒരു പാക്കറ്റ് കാണുന്നത്. ഇത് ചിക്കൻ നൂഡിൽസ് ആണ് കേട്ടോ. മാഗി ചിക്കൻ നൂഡിൽസ്, ന്യൂ ലുക്ക്, സെയിം ഡെലീഷ്യസ് ടേസ്റ്റ്, പ്രോട്ടീൻ എവരി സെർവ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അറിയത്തില്ല നമുക്കിത് മൈദയാണോ എന്തുവാണോ നോക്കാം. ഇൻഗ്രീഡിയൻസ് നോക്കൂ. മൈദ, പാം ഓയിൽ. അപ്പം ഇത് നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള കാറ്റഗറിയിലോട്ട് പെടുത്തുവാണ്. ഓക്കെ, അപ്പൊ പ്രിപ്പറേഷൻ നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. വെള്ളം ഒഴുക്കി ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് മാത്രമേ വെക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ വെയിറ്റ് നോക്കുന്നോ? വെയിറ്റ് ഇതിൽ കാണുമല്ലോ. ആ വെയിറ്റ് അതിൽ കാണുമല്ലോ. ഒരു മാറ്റമില്ലല്ലോ, ബുദ്ധി ഇല്ലായ്മയ്ക്ക് ഒരു മര്യാദ വേണ്ടേ? അത് ശരിയാണല്ലേ ഞാൻ പറഞ്ഞ പോലെ. അപ്പം ഇതിന്റെ പ്രൈസ് എത്രയാണ്? 40 രൂപ. 40 രൂപയില് പണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ 10ലൊക്കെ പഠിക്കുമ്പോൾ 10 രൂപയായിരുന്നു ഒരു ചെറിയ. പിന്നെ അത് 14 12 പിന്നെ 12 പിന്നെ 14. ഇപ്പൊ എത്ര രൂപയാണെന്ന് അറിയത്തില്ല. ഇതിപ്പോ 2 എണ്ണം ഉണ്ട്, അതുകൊണ്ടാ 40 രൂപ. അപ്പൊ 20 രൂപയായി. ഇതിന്റെ കലോറി നോക്കുവാണെങ്കിൽ 100 ഗ്രാമില് 416 അല്ലേ? 402 കലോറി. ഇതിന്റെ വെയിറ്റ് വരുന്നത് 152 ഗ്രാം. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻ കാണിക്കുന്നില്ല. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് കാണിക്കാം. 2 പൊടിയുണ്ട്, ഇത്രേ ഉള്ളൂ. അപ്പൊ വെള്ളം ഒഴിച്ച് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ചെയ്യാം. ആദ്യത്തെ നൂഡിൽസ്. ഇതിലെനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. എവരുടെ ഒരു ടേസ്റ്റ് ഇല്ലേ? ഇങ്ങനെയല്ലേ പരസ്യത്തിൽ കാണിക്കുന്നത്. ഇവിടെ നോക്ക്, അത്തപ്പൂക്കൾ ഇട്ടേക്കുവാ. മൊത്തം ഇട്, ഉണ്ടാക്കുമ്പോ മൊത്തം ഉണ്ടാക്കാം. ഇനി അത് കുറച്ച് ഇതൊന്നും ആക്കണ്ട. കാരണം ഇനി പറയരുത് നമ്മൾ ഫുൾ ഇടാത്തോണ്ടാണ് ആ ടേസ്റ്റ് വരാതിരുന്നത്. മൃദുലക്ക് ഈ ചലഞ്ച് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. ഇവിടെ ഒരുത്തന്റെ വന്നിരിപ്പുണ്ട് കേട്ടോ. അവന് ഇങ്ങനെ കാണണം ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട്. വെന്റിലേഷൻ ഇല്ലാത്തോണ്ട് കുഴപ്പമില്ലല്ലോ. അല്ലേ കത്തരുത്. നൂഡിൽസ് ഉണ്ടാക്കുന്ന പുകയില്ലേ, നമുക്ക് ശ്വസിക്കാം. വേണേ കഥമൊക്കെ ഒന്ന് തുറന്നിട്ടോ. ആവി പിടിക്കുന്ന ഇതിൽ തൊട്ട കൈ പൊള്ളും. കൊതി ഇറക്കുന്ന ഇപ്പോഴേ. നിനക്കില്ല, നീ നോക്കണ്ട, നിനക്കിതൊന്നും ഇല്ല. നിങ്ങൾ യപ്പി ഫാനാണോ മാഗി ഫാനാണോ? കമന്റ് ചെയ്യട്ടോ. ആവി പിടിക്കുന്നത് ഞാൻ യപ്പി ഫാനാട്ടോ. ഞാൻ മാഗി ഫാനാട്ടോ. മീൻസ് മാഗി ഫാൻ, മാഗിയാണ് ഇഷ്ടം എനിക്ക്. ടേസ്റ്റ് എനിക്കും ടേസ്റ്റ്. ഒരു ദിവസം ഞാൻ ഓണത്തിന് ഞാൻ ആദ്യമായിട്ട് ഞാൻ അങ്ങനെ അടുക്കളയിൽ ഇപ്പോഴല്ലേ നമ്മളിങ്ങനെ കുക്ക് ചെയ്യുന്നത്. മീൻസ് പണ്ടൊന്നും കുഞ്ഞിലൊന്നും ഇങ്ങനെ കുക്ക് ചെയ്തൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ തന്നെ ഒരു യപ്പി ഉണ്ടാക്കിയിട്ട് ഒരു ഓണത്തിന്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഓണത്തിന് ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഓവറാക്കി
എന്തൊക്കെയോ ഇട്ട് ഇങ്ങനെ ചേർക്കൂടാത്ത സാധനങ്ങളൊക്കെ ഇട്ടിട്ട് എപ്പി ഉണ്ടാക്കി. അങ്ങനെ തന്നെ തിരുവോണമായിട്ട് ഞാൻ അന്ന് കഞ്ഞിയെ കുടിച്ചത്. ഞാൻ വാള് വെച്ച് വയറ്റിന് പിടിക്കാണ്ട് ആശുപത്രിയിലായി. അങ്ങനെ എന്റെ ഒരു ഓണം എപ്പി കളഞ്ഞിട്ടുണ്ട്. എന്ത് വിടലാണ് ഇയാള്. അതോടുകൂടി ഞാൻ എപ്പി വെറുത്ത് അതിന്റെ ഒരു മസാലയുടെ മണവും നമുക്കൊരു ഫുഡ് വയറ്റിന് പിടിക്കാതെ നമുക്ക് എന്തെങ്കിലും ഫുഡ് ജന്മത്ത് വെറുക്കും. അതേപോലെ ഞാൻ എപ്പി അന്ന് വെറുത്തതാണ്. അത് ഇപ്പയുടെ കുറ്റം കൊണ്ടല്ല, ഏട്ടന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇട്ടത് കൊണ്ട്. അതാണ് കൊടുത്തോണ്ടിരുന്ന അടുത്തോ. ഹേ ഗൈസ്, അപ്പോ നമ്മുടെ ചിക്കൻ നൂഡിൽസ് ഇവിടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് നൂഡിൽസ് നല്ല ഐശ്വര്യമായി തുടങ്ങാം. അടിപൊളിയാവട്ടെ. സാധനം കാണാൻ അത്ര വലിയ കളറൊന്നുമില്ല. ചിക്കൻ എവിടെയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ചിക്കൻ നമ്മൾ ഇടണമായിരിക്കും. ചിക്കൻ നൂഡിൽസ് എന്ന് എഴുതിയിട്ട് ചിലപ്പോൾ ഈ ചിക്കൻ ഇങ്ങനെ പൊടിച്ചിടുന്നതായിരിക്കും. ടേസ്റ്റ് ഉണ്ടോ നോക്ക്. ഉണ്ടോ? അടിപൊളി. ശരിക്കും ഉപ്പ് കാണാം. അത്ര മസാല മതിയായിരിക്കും. മസാല കറക്റ്റ് ഫ്ലേവർ ഉണ്ട്. കുഞ്ഞിന് കൊടുത്തുവിടാ, അവൻ കരയുന്നോണ്ട് ഞാൻ ഇച്ചിരി കൊടുക്കും കേട്ടോ. നോക്കേ, ചൂടുണ്ടോ? ഇല്ലല്ലോ, കറക്റ്റല്ലേ? സാധനം നല്ല ഫ്ലേവർ ഉണ്ട് അല്ലേ? കറക്റ്റ് ഫ്ലേവർ. എനിക്ക് പറഞ്ഞാൽ ചിക്കൻ എനിക്ക് അറിയത്തില്ല. ചിക്കൻ്റെ ടേസ്റ്റ് ഒന്നുമില്ല. പക്ഷെ നമ്മളെ നോർമൽ മാഗി അല്ല, ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. ഒരു ചില്ലി ഫ്ലേക്സും അതൊക്കെ വെറൈറ്റി ടേസ്റ്റ്. ഒരു ചീസിന്റെ ഫ്ലേവർ ഉണ്ട്. നമ്മുടെ നീ പറഞ്ഞ ഈ ചില്ലി ഫ്ലേക്സിന്റെ ഫ്ലേവർ ഉണ്ട്. സാധനം കൊള്ളാം കേട്ടോ. കൊള്ളാം. അപ്പം ഔട്ട് ഓഫ് 5 മൈദ ആയതുകൊണ്ടും ചിക്കൻ ഇല്ലാത്തതുകൊണ്ടും ആ 2 പോരായ്മ വെച്ച് നമുക്ക് 3 സ്റ്റാർ. ഫസ്റ്റ് മാഗി ചിക്കൻ നൂഡിൽസിന് 3 സ്റ്റാർ. അടുത്തതിന് പോവാം ഗൈസ്. അപ്പൊ നമ്മള് അടുത്ത പ്രോഡക്റ്റിലേക്ക് പോവുകയാണ് ഗൈസ്. ഇത് നമ്മള് നേരത്തെ ചലഞ്ച് ചെയ്ത ഒരു സ്പൈസി കൊറിയൻ ആണോ? ഇത് എന്ത് ഭാഷയാ? ഒട്ടോഗി ബ്രാൻഡിന്റെ യോൾ റാമൻ. ഓക്കെ, ഇതാണ് ഐറ്റം. സോ ഇതിന്റെ വില വന്നിട്ട് എത്ര രൂപയാണ്? ഇത് ഇമ്പോർട്ടഡ് ആട്ടോ, എക്സ്പോർട്ടഡ് ആട്ടോ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. വില ഇല്ല ചേട്ടാ. 138 രൂപ. വില കൂടുതലാണ്. എത്ര ഗ്രാം ഉണ്ട്? സാധനമാണ് നമ്മൾ നേരത്തെ കഴിച്ചത്. ഇത് മുംബൈ തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ. കൊറിയൻ പേര് മാത്രമേ ഉള്ളൂ. കലോറി എത്ര വരുന്നത്? പെർ 100 ഗ്രാമിന് 1750 കലോറി. ഇത് ഞാൻ 1 സ്പൂണേ കഴിക്കത്തുള്ളൂ കേട്ടോ, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. 120 ഗ്രാമേ ഉള്ളൂ. പക്ഷേ എന്റെ മോനെ, ദൈവമേ, അപ്പൊ ഒരു ദിവസം ഈ ഒരു ഒറ്റ എണ്ണം കഴിച്ചാൽ മതിയല്ലേ കലോറി തികയ്ക്ക്. ആകെ നമുക്ക് 2000 കലോറി ഒരു ദിവസം നമുക്ക് ഒരാൾക്ക് വേണ്ട. പക്ഷെ ഇതില് വീറ്റ് ഫ്ലോർ ആയിട്ടാ. വീറ്റ് ആണ്, ശരിയാണല്ലേ. അതെന്താ? ഇത്രയും പ്രിസർവേറ്റീവ്സ് എല്ലാം ഉണ്ട്. സോ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. മഞ്ഞ നൂഡിൽസ് കേട്ടോ. ഇടാല്ലോ, തിളക്കണമെന്നില്ലല്ലോ. മറ്റേ കവർ വീഴല്ലേ? കവർ ശരിയാ, ഞാനും അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 എണ്ണം ഉണ്ട് കേട്ടോ. പൗഡർ സൂപ്പ് എന്ന് പറഞ്ഞ ഇങ്ങനെയൊക്കെ ഉള്ളതിനെ സാധാരണ ഒരു ലിക്വിഡോടെ കാണും, ചുമന്ന ലിക്വിഡ്. നമ്മളെ ഒരു ചെറിയൊരു അബദ്ധം പറ്റി. ആദ്യം വെള്ളം തിളപ്പിച്ചിട്ട് അവർക്കൊരു വെജിറ്റബിൾ മിക്സ് ഉണ്ടായിരുന്നു. വെജിറ്റബിൾ ഇട്ടു കേട്ടോ. അതിനകത്ത് കുറച്ച് ഈ നിങ്ങളിപ്പോ വീഡിയോ കാണാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനെന്തുകൊണ്ട് ഇത്രയും കലോറി വരുന്നത്. അത് ഗൈസ് 100 ഗ്രാമിനാണ് 1700. ഇത് സെർവ് ചെയ്യുമ്പോൾ 2130 കലോറി വരുന്നത്. അത് നമുക്ക് ഒരു ഫുൾ ഡേ നമുക്ക് ഒരാൾക്ക് കഴിക്കേണ്ടത് 2000 കലോറിയായി. ഈ ഒരു നൂഡിൽസ് കഴിച്ചാൽ 2000 കലോറിയാവും. ഒന്ന് ആലോചിച്ച് നോക്ക്. അതിനു വേണ്ടി എന്തോ ഇല്ല ഇതിനകത്ത്. എന്നാൽ ഇതിനകത്ത് വീറ്റാണ്, മൈദ ഇല്ല. അതുപോലെ ഇതില് പ്രത്യേകം എഴുതിയിട്ടുണ്ട് 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുത്തുകൂടാ. ടേസ്റ്റ് ചെയ്യാൻ പോലും അമ്പോട്ടിന് കൊടുക്കും. നമ്മളെല്ലാവരും ഒരു ഫുഡ് ഒരു പാക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്. ഒരു ചിന്ന അബദ്ധം പറ്റി. നമ്മൾ 4 വിഷയം എങ്ങനെ ഇത്ര 2000 കലോറി ഒരു പാക്കറ്റിന് വരുന്നത്? അങ്ങനെ അല്ല, ആക്ച്വലി ഇതിനകത്ത് ഇത് KJ ആണ്. അപ്പൊ ആ പാക്കറ്റിൽ പർട്ടിക്കുലർ അങ്ങനെ എഴുതിയിട്ടില്ല. ഇപ്പം 2100 KJ വന്നു കഴിഞ്ഞാൽ അത് 520 കലോറിയാണ്. അപ്പം നമ്മളിപ്പം ഇതിനും ഒരു 520 കലോറിയാണ്. അത് ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ഫോക്കസ് ആവുന്ന വായിച്ചു നോക്കിയാൽ കേട്ടോ. സോ ഇതിന്റെ മണം എനിക്ക് അത്ര കൂടി ഇഷ്ടപ്പെട്ടില്ല. ഒരുമാതിരി സ്മെല്ല്. നൗ സർവിംഗ് ടൈം. ഒഴിച്ചോളൂ. നമ്മൾ ഈ ഒരു പാത്രത്തിൽ എടുക്കുന്ന നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. ഇപ്പൊ ഒരു പാക്കറ്റിലെ ക്വാണ്ടിറ്റി കറക്റ്റ് എത്ര ഉണ്ടെന്ന്. ഇത് ക്വാണ്ടിറ്റി കുറവാണ്. നമ്മൾ മാഗി കമ്പയർ ചെയ്യും. മാഗിക്കാട്ടി ഡബിൾ പ്രൈസ് ആണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് വെജിറ്റബിൾസ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, സ്പ്രിംഗ് ഓണിയൻ ഉണ്ട്. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. അത് കണ്ടപ്പോ കരഞ്ഞണ്ട, ഇത്രയും നേരം കരഞ്ഞില്ല അവൻ. സോ ഫസ്റ്റ് നീ ടേസ്റ്റ് ചെയ്തോ.
കഴിഞ്ഞോണ്ട് ഞാനല്ലേ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്തത്. ചൂടാ, ടൈം പിടിക്കും. ആ പതുക്കെ മതി. കാരണം നൂഡിൽസേ അകത്ത് വരുമ്പോ പൊള്ളും. അമ്പു കരയുന്നു. ഫുഡ് കഴിക്കുന്ന കണ്ട് അമ്പു കരയും. എപ്പിടി ഇருக்கு എൻ മനസ്സ് കണ്ട ഇപ്പിടി മാറിപ്പോകിറത് കൺകൾ. ഓ മൈ ഗോഡ്, ഞാൻ ഇതിന് ടേസ്റ്റ് ചെയ്യണോ? പക്ഷേ ഇത് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. മറ്റേ നമ്മൾ ചിക്കൻ പറ്റിച്ചു, പക്ഷേ ഇതിനകത്ത് ഐറ്റംസ് ഉണ്ട്. ഇതെന്തോ ഒരു തേങ്ങ കൊത്തോ? കഴിച്ചു നോക്ക്, ക്യാരറ്റാന്ന് തോന്നുന്നു. ചിക്കനും എന്തോ സാധനം സോസേജ് വല്ലതായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര ഉപ്പ്, എന്നാ ഭയങ്കര എരി, ഭയങ്കര ഒരു ടേസ്റ്റ് എൻഹാൻസർ. ഒട്ടും ഹെൽത്തി അല്ല, ഒട്ടും ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഒന്നാമത്തെ കാര്യം ഇങ്ങനത്തെ ഇതിന്റെ ഒരു മണം തന്നെ നമുക്ക് എനിക്ക് എന്റെ പറ്റുന്നില്ല. പക്ഷേ ഈ ടേസ്റ്റ്, കൊറിയൻ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമുള്ള കുറെ പേരുണ്ട്, അവർക്കൊക്കെ പക്ക അടിപൊളിയാണ്. എന്നാലും പലർക്കും ഇത് ഇഷ്ടപ്പെടാനുള്ള സാധ്യത ഒരു കുറവായിരിക്കും. സ്പൂണ് കഴിച്ചോളൂ. പക്ഷെ നിങ്ങൾ കാണുമ്പോൾ സ്പൈസി ഒന്നുമല്ല സാധനം. അപ്പൊ നമുക്കിത് ഒരു 5ൽ 1 കൊടുക്കാം. 1 എത്രേ ഉള്ളൂ. കാരണം ഭയങ്കര പ്രൈസും ആണ്, ഭയങ്കര കലോറിയും ആണ്, അതുപോലെ തന്നെ ടേസ്റ്റും വലിയ പോരാ. നമ്മൾ ഇനി ചെയ്യും, ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ്. കാരണം നമ്മൾ ഇനി മാർക്കറ്റിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ബെസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാതാണ്. പിന്നെ നമ്മളത് പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. മേ ബി എല്ലാവർക്കും ടേസ്റ്റ് ഡിഫറൻസ് ആയിരിക്കും. പക്ഷെ എന്നാൽ പോലും എനിക്കിത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഇത് 5ൽ നമുക്ക് 1 സ്റ്റാർ. അപ്പൊ നമുക്ക് അടുത്ത പ്രോഡക്റ്റ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് അടുത്ത നൂഡിൽസിലോട്ട് വന്നിരിക്കുന്നു. ഇതെന്താണ് മുതലേ എഴുതി വെച്ചിട്ടുണ്ട്, ഇൻസ്റ്റന്റ് മില്ലറ്റ് നൂഡിൽസ് മാജിക് മസാല. ഈ നൂഡിൽസ് നമ്മൾ വീട്ടിലെപ്പോഴും വാങ്ങാവുന്നതാണ്. അപ്പം ഇത് മേഡ് ബൈ 2 mothers എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മളിപ്പം ഇതുവരെ എടുത്തതിൽ ഏറ്റവും ബെസ്റ്റ് ഹെൽത്തി ആയിട്ടുള്ള നൂഡിൽസ് ആണ്. നോ മൈദ, നോട്ട് ഫ്രൈഡ്. അതുപോലെ തന്നെ കലോറി വരുന്നത് വെറും 98 കാലോറി ഉള്ളൂ. അതായത് ഒരു ആപ്പിളിന്റെ അത്ര ഉള്ള ഒരു കാലോറി ഉള്ളൂ. അത് 30 ഗ്രാമിന് 60 ഗ്രാം ഉണ്ട്. അപ്പൊ എങ്ങനെ പോയാലും ഒരു 98 200 അടുപ്പിച്ച്. ആ പിന്നെ അതിന്റെ അതുകൂടാതെ തന്നെ കൊളസ്ട്രോൾ 0, ട്രാൻസ് ഫാറ്റ് 0, സാച്ചുറേറ്റഡ് ഫാറ്റ് 0.5, ടോട്ടൽ ഫാറ്റ് 0.7 മാത്രം. സോ ഇത് കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. നമുക്ക് കഴിക്കാൻ പറ്റിയ കുറെ കുട്ടികളുടെ പ്രോഡക്ട്സ് ഉണ്ട് ഈ സ്ലർപ്പ് ഫാം. അപ്പൊ എന്തായാലും നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഇത് ഹെൽത്തി ഓപ്ഷൻ ആണ്. വില പറഞ്ഞില്ല? ഓ വില പറഞ്ഞില്ലേ അല്ലേ? 38 രൂപ. 38 രൂപയുള്ളൂ. അത് ലാഭം കേട്ടോ. 60 ഗ്രാമേ ഉള്ളൂ എന്നാലും, പക്ഷെ അത് ലാഭമാണ്. ഇതിന്റെ ഒരു ഇത് ഉണ്ടോ, ഡിക് ട്വിസ്റ്റ് സ്വർപ്പ് എന്ന് വെച്ചാ ഇതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. മുക്ക ഇളക്ക സ്വർപ്പ് ചെയ്യോ. അടിപൊളി. ഓ ഇതിന് അതാണില്ലേ, ഞാൻ ഇത് എന്തൊരു വാക്കെന്ന് ഞാൻ ആലോചിച്ച്. അവന്മാര് പോങ്ങന്മാരായതുകൊണ്ട് വിശ്വസിച്ചു. ബുദ്ധിയുള്ള ആരെങ്കിലും വിശ്വസിക്കോടാ. ഇത് കറക്റ്റ് ബീറ്റ് അല്ലേ? കാണുമ്പോ അറിയാം ബീറ്റ്. ഇച്ചിരി ഉള്ളൂ അല്ലേ? 2 പൊടിയുണ്ട്. അതിന് 2 പൊടി. പിന്നെ guys, നമ്മുടെ മാഗി പോലെ 2 minutes ഒന്നും പറ്റത്തില്ല. ഇത് നല്ല ടൈം എടുക്കും. കാരണം ഈ നൂഡിൽസ് വേവാൻ തന്നെ അത്യാവശ്യം നല്ല ടൈം എടുക്കും. എനിക്ക് ഗോതമ്പായോണ്ടായിരിക്കും മേ ബി അല്ലേ? 2 പൊടി ഉണ്ടായിരുന്നു കേട്ടോ. 2 പൊടി 2 പൊടി നമ്മൾ ഇട്ട് എന്തെങ്കിൽ മാറ്റിക്കോ. പിന്നെ ക്വാണ്ടിറ്റിയും നമ്മള് 60 ഗ്രാമേ ഉള്ളല്ലോ. 30 രൂപ എന്തോ പുകയോ മൊത്തം. സെർവിങ് ടൈം ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത്രേ ഉള്ളൂ സാധനം. ഇത് ഭയങ്കര ഓരോന്ന് ടേസ്റ്റ് ചെയ്തിട്ട് കളയാൻ എനിക്ക് മനസ്സിലായില്ല. ഞാൻ കളയും കുറച്ച് കഴിച്ചോട്ടെ. അണ്ണാക്ക് പൊള്ളൂ ഇങ്ങനെ ചൂട്. ഇത് മറ്റേതിലും കാട്ടിയും ലെയർ ആയിട്ടിരിക്കും. ഇതില് ഭയങ്കര നൂഡിൽസ് ലെയർ അങ്ങനെയല്ല, ഭയങ്കര കേളി. അതുപോലെ അത്രയും തിക്കില്ല ഒന്നിനും. കാരണം ഭയങ്കര തിന്നടാ നൂഡിൽസ്. അതുകൊണ്ട് കഴിക്കാൻ ഒരു സുഖം. ഫ്ലേവറും എല്ലാ നൂഡിൽസും പിടിച്ചിട്ടുണ്ട്. നല്ല ഒന്നുകൂടി കഴിക്കട്ടെ. എന്തായാലും ഞാനെന്ത് ടേസ്റ്റ് ചെയ്തിട്ട് പണ്ട് നമ്മള് പരസ്യത്തിൽ കാണാതിരിക്കുന്ന ഉറിഞ്ചി എടുക്കുന്നത് എങ്ങനെയുണ്ട്? എത്ര കൊടുക്കണം? 5 out of 5. അപ്പൊ ഗൈസ്, നമ്മുടെ ബ്രാൻഡ് ഏതായിരുന്നു? മില്ലറ്റിന് ഫാമിന്റെ ഇൻസ്റ്റന്റ് മില്ലറ്റ് നൂഡിൽസ്. എനിക്ക് നാക്ക് തിരിയത്തില്ല, അവളായിരിക്കും പറയുന്നത്. സോ അല്ല എനിക്ക് ഇത് അല്ല ഇത് എനിക്ക് തോന്നുന്നു ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക, എല്ലാവരും കൊടുക്കുകയും ചെയ്യാം. മീൻസ് ഹെൽത്തി ആണ്. ഹെൽത്തി മീൻസ് നമ്മൾ കഴിച്ചതിൽ വെച്ച് ഏറ്റവും ഇതുവരെ പാക്കറ്റ് ചെയ്തതിൽ ഏറ്റവും ഹെൽത്തി. ഇത് ഒട്ടും മൈദയില്ല, പ്രിസർവേറ്റീവ്സ് ഇല്ല, ആഡഡ് ഫ്ലവേഴ്സോ കളേഴ്സോ ഒന്നുമില്ല. അടിപൊളി സാധനം. ഐ ലൈക്ക് ഇറ്റ് ഗൈസ്. ഇത് നമ്മൾ തീർക്കുവേ. അടുത്ത ഗൈസ്, അങ്ങനെ നമ്മൾ അടുത്ത പ്രോഡക്റ്റിലോട്ട് വന്നിരിക്കുകയാണ്. ജിന്ന് റാമേൻ മൈൽഡ്. ജിന്ന് ഞാൻ ഇവിടെ കേട്ടു. മെയ്ഡ് ഇൻ കൊറിയ ഗൈസ്.
കൊറിയൻ ബ്രാൻഡാണ്. 120 ഗ്രാം ഉണ്ട്. കലോറി 500 കലോറിയാണ്. നോർമൽ നമ്മുടെ മാഗിയുടെ ഒക്കെ അതേ കലോറി തന്നെയാണ്. പിന്നെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് മൈദയാണോ? മൈദ നമ്മളിത് നാടകത്തിനാകുമ്പോ ബെല്ലടിച്ചത് അവന് ഞെട്ടിപ്പോയി. ഞാനും ഞെട്ടിപ്പോയി. ഞാൻ പ്ലേറ്റിൽ ഒരു ഇച്ചിരി ചിക്കൻ ഇട്ട് കൊടുത്തേക്കുവായിരുന്നേ. അപ്പം പൊടിക്കാം. എനിക്ക് ഇതിന്റെ ഇത് പറഞ്ഞില്ല, വിലയും കൂടെ പറ. വില പറഞ്ഞില്ല. 139 രൂപ. എക്സ്പെൻസീവ്. നമ്മൾ എടുത്തതിൽ ഏറ്റവും എക്സ്പെൻസീവ് ഇതാ. അല്ല, മറ്റേ 158 കണ്ടായിരുന്നു. ആയിരുന്നോ? അപ്പൊ അത് കഴിഞ്ഞ ഇതാണ് ഗൈസ്. അപ്പൊ കളറും കൊള്ളാം. പാക്കറ്റ് നല്ല നീല നിറം. ഉണ്ടാക്കാം 4 മിനിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വെജ് ആണ് ഐറ്റം. ഇനി നമുക്ക് വെജാണ് പൊട്ടിക്കാം. പൊടി വെച്ചിട്ടല്ലോ ഇടുന്നത്. ആ സൗണ്ട് അവന് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കൂടെ നിങ്ങൾ ഞെട്ടാൻ തയ്യാറായി. ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ. എപ്പോഴും ഞെട്ടാൻ എനിക്ക് വട്ടൊന്നുമില്ല. അവൻ ഇനി ഇഷ്ടമാണെങ്കിൽ അവൻ ഇനി അങ്ങനെ കളിക്കും. ഇത് നമ്മുടെ മറ്റേ നൂഡിൽസ് ഉണ്ടാക്കിയില്ലേ, അതേ മഞ്ഞ നിറം. ഗൈസ് ഇതിനകത്തെ ചെറിയ സോയാബീന്റെ പീസ് ഇട്ടിട്ടുണ്ട്, അരിഞ്ഞിട്ടിട്ടുണ്ട് അല്ലേ. ഇത് വെജാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടുണ്ട്. ഒരു സൂപ്പിന്റെ ഒരു പൊടിയുണ്ട് സ്പൈസി കണക്കത്ത്, അതും കൂടി ഇടാം. അതുകൂടി ഇടട്ടെ. റെഡ് കളറായിരിക്കും മഞ്ഞ കളറായിരിക്കും? ഐ തിങ്ക് റെഡ്. അല്ല, മഞ്ഞ കളർ. എടാ ഇടുമ്പോ റെഡായടാ, ഇട്ടപ്പോ റെഡായി. അപ്പൊ നമ്മള് ഇതിന്റെ മണവും മറ്റേ കൊറിയന്റെ. ഇത് കൊറിയൻ ആണല്ലോ. അതല്ല, ഇത് മൈൽഡ് ആണ്. ഇതിന്റെ സ്പൈസി അവിടെ ഉണ്ടായിരുന്നു. ഇത് മൈൽഡ് അല്ലേ. സർവിങ് ടൈം. സോയാബീൻ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിന് കൊളസ്ട്രോള് ട്രാൻസ് ഫാറ്റ് ഒക്കെ കുറവാണ്. പക്ഷെ എന്നാലും സോഡിയം ഉണ്ട്, ഉപ്പുണ്ട് കേട്ടോ. ഇതെല്ലാം എനിക്ക് വലിയ ആദ്യം ടേസ്റ്റ് ചെയ്തിട്ട് ക്യാരറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അഭിപ്രായം ഒന്നിച്ച് പറയാം. കാരണം നീ കഴിച്ചിട്ട് കൊള്ളത് പിന്നെ എനിക്ക് കഴിക്കുള്ള ഇംപ്രഷൻ പോകും. പക്ഷെ നേരത്തെ ഞാൻ കഴിച്ചിട്ട് കൊള്ളത്തില്ലെന്ന് പറഞ്ഞില്ലേ, കഴിഞ്ഞപ്പോ അത് കൊള്ളായിരുന്നു ചെറുതായിട്ട്. പക്ഷെ ഹെൽത്തി അല്ല, അതുകൊണ്ട് നമ്മള് കറക്റ്റ് സ്റ്റാറാ കൊടുത്തേ. മനസ്സിൽ വെച്ചോ. കാണാൻ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ സാധനം അല്ലേ. കാണാൻ കൂടി. ഉപ്പ് കൂടുതലാ. ഭയങ്കര ഉപ്പ്. സത്യം പറയാലോ, വായിലിട്ട് ചവയ്ക്കാൻ പറ്റാത്ത രീതിയിൽ ഉപ്പ്. പക്ഷെ ഇച്ചിരി കഴിയുമ്പോ ഇത് ആറുമ്പോ ഉപ്പ് അങ്ങ് ഉറക്കി വിട്ടാ. ഇതില് നേരത്തെ അങ്ങനെ ആയിരുന്നു പറ്റിയത്. സോഡിയം 2880. ഒരു മനുഷ്യ ഒരു ദിവസം 2000 സോഡിയം കഴിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കഴിച്ചു, അങ്ങനെ പറയണം. ഉപ്പ് ഞാൻ 5-ൽ 0 സ്റ്റാർ കൊടുക്കും. സീരിയസ്ലി നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ ഉപ്പ്. പക്ഷെ എരിയൊന്നുമില്ല. കറക്റ്റ് ഒരു പറഞ്ഞ എരിയ വേറെ സംഭവം. ഉപ്പ് കാരണം വേറെ ഒന്നും അറിയാൻ വയ്യ സത്യം പറഞ്ഞ. സോ 0 സ്റ്റാർ ഗൈസ്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല സാധനം. ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അടുത്തോട്ട് പോവാം. അടുത്ത നമ്മളൊരു കുട്ടി പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് മഞ്ചൂരിയൻ ഇൻസ്റ്റന്റ് നൂഡിൽസ് ആണ്. ചിങ്സ് സീക്രട്ടിന്റെ മഞ്ചൂരിയൻ. ഇത് നമ്മൾ നേരത്തെ പോലെ തന്നെ 60 ഗ്രാം ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് കലോറി എന്ന് പറയുന്നത് 260 കലോറിയാണ്. 500 നമ്മൾ നേരത്തെ കാട്ടി ഇച്ചിരി കുറവുണ്ട്. പിന്നെ പ്രൈസ് വന്നിട്ട് വെറും 20 രൂപയുള്ളൂ ഗൈസ്. ചീപ്പ്. 20 രൂപയുള്ളൂ. വെരി ചീപ്പ്. മില്ലറ്റിന് 30 ഉണ്ടായിരുന്നല്ലേ? മില്ലറ്റിന് 30 ഉണ്ടായിരുന്നു. പിന്നെ അത് ഗോതമ്പാണ്. ഇതിൽ എങ്ങനെ ഉണ്ടായിരിക്കും? എനിക്ക് വലിയ ഓവർ പ്രതീക്ഷയൊന്നുമില്ല. നോക്കാം. പിന്നെ മൈദയാണ് കേട്ടോ. പൊടിഞ്ഞില്ലേ ഓൾറെഡി? ആൾറെഡി പൊടിഞ്ഞിരിക്കും. അത് അമ്പൂട്ട് അറഞ്ഞം പിറഞ്ഞം അടിച്ചോണ്ടാ. ഒറ്റ പാക്കറ്റേ ഉള്ളൂ സാധനം. സെർവിങ് ടൈം. മഞ്ചൂരിയൻ. റെയിൽവേ സ്റ്റേഷനാണോ ഈശ്വര ഞാൻ കടന്നത്? മൊത്തം വെജ് ആണല്ലോ. നമ്മള് ചിക്കന്റെ സത്യം പറയാലോ, കഴിക്കുന്ന വെജ് ആണോ ചിക്കൻ ആണോ എന്നുള്ള ഒരു ഫീലൊന്നും ഇല്ല. നാക്ക് മൊത്തം ഒരു വേറൊരു അവസ്ഥ. സത്യം നമ്മളൊന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് ഓരോന്ന് കഴിക്കണം. കാരണം ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് നമ്മൾ ടേസ്റ്റ് ബഡ്സ് എല്ലാം പോയി. ഞാൻ കഴിഞ്ഞ ഞാനല്ലേ ടേസ്റ്റ് ചെയ്തേ. ഇതെവിടെ മഞ്ചൂരിയൻ? ഈ പറയുന്ന ഇവരൊന്നും ഇടണം. നമ്മൾ ഇട്ടാ കൊള്ളായിരിക്കും. ഭയങ്കര ഉപ്പ്. ഇതെല്ലാത്തിനും സോഡിയം ഇങ്ങനെ ഇടുന്നല്ലേ ഇവര്. സാധനം കഴിച്ചത് ഏറ്റവും വേസ്റ്റ് സാധനം എനിക്ക്. അതെ, മനസ്സിൽ വെച്ചേക്കാൻ പറഞ്ഞില്ലേ. ഞാൻ ഇനി ഇതെങ്ങനെ തിന്നും? മനസ്സിൽ വെക്കാൻ ജഡ്ജോടുള്ള തിന്നും. മനസ്സിൽ വെക്കുന്നതിന് മുമ്പ് പുറത്ത് പോയി എന്തോ ചെയ്യാനാന്ന് പറ. മനസ്സിൽ വെക്കാനും ഒരു ഇത് വേണ്ടേ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. തക്കാളി പേസ്റ്റ്. അങ്ങനെയൊക്കെ എനിക്ക് ഫ്ലേവർ വരുന്നു. ക്വാണ്ടിറ്റി ഇത്രേ ഉള്ളൂ. പിന്നെ 20 രൂപയ്ക്കും ഇല്ല, 10 രൂപയ്ക്കുള്ളൂ. ഞാൻ അങ്ങനെ പറയല്ല. എനിക്ക് എന്തെങ്കിലും പോയിന്റ് കൊടുക്കണമെന്നുണ്ടോ? 20 ഉള്ളത് കൊണ്ട് വേണേ ഒരെണ്ണം കൊടു. 20 രൂപയല്ലേ ഉള്ളൂ. ഓക്കെ, എന്നാ 5-ൽ 1 സ്റ്റാർ. 158 അല്ലല്ലോ, 20 രൂപയല്ലേ ഉള്ളൂ. അങ്ങനെ ആ പ്രൈസിന് വെച്ച് വേണമെങ്കിൽ നമുക്ക് ഇത് വാങ്ങിച്ച് കഴിച്ചു നോക്കാം. കാരണം മറ്റേതും ഇതൊക്കെ ഏകദേശം സെയിം ടേസ്റ്റ് ആണ്. ഇപ്പം മഞ്ചൂരിയൻ നമുക്ക് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 1 സ്റ്റാർ. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഇതിപ്പോ 2-3 അടുപ്പിച്ച് ഫ്ലോപ്പ് ആവുക. അടുത്തതെങ്കിലും അടിപൊളിയായിട്ട് വരട്ടെ ഗൈസ്.
അടുത്ത നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നു യപ്പി. യപ്പിക്ക് ഒരുപാട് ഫാൻസുകൾ ഉണ്ട്. സോ നമ്മൾ എടുത്തിരിക്കുന്നത് വെറും 30 രൂപയുടെ യപ്പി പവർ അപ്പ് ആട്ട നൂഡിൽസ്. ആട്ട അതുമല്ല, ആശീർവാദുമായിട്ട് കൊളാബറേഷൻ എന്തോ ഉണ്ട് കേട്ടോ. ആശീർവാദിന്റെ ഒരു ചെയ്തിട്ടുണ്ട്, മേഡ് ഫ്രം ആശീർവാദ ആട്ട. അതായത് ആശീർവാദിന്റെ ആട്ടയാണ് ഈ ഇപ്പി ഉണ്ടാക്കാൻ. അല്ല, എത്രയല്ല അവര് തമ്മിലൊരു കൊളാബറേഷൻ കാണുമല്ലോ. കലോറി നോക്കുവാണെങ്കിൽ 436 കലോറി ആട്ടയാണ്. അപ്പൊ നമുക്ക് ഇത് നമ്മുടെ ഹെൽത്തി കാറ്റഗറിയിൽ നമ്മുടെ സ്രൂപ്ലി സാധനമായിട്ട് ആ കാറ്റഗറിയിലോട്ട് പെടുത്താം. പിന്നെ ആട്ട ഉള്ളത് കൊണ്ട് അത് ഹെൽത്തി ആവണമെന്നില്ല. പിന്നെ ആട്ട പിന്നെ സോഡിയം 1500. അപ്പൊ എന്തായാലും ഗൈസ്, അടുത്ത നമുക്ക് യപ്പി നോക്കാം. വെള്ളം തിളച്ചോ? വെള്ളം തിളക്കുന്നതേ ഉള്ളൂ. വിരളൊക്കെ മാറ്റി പോയി കുത്തി കയറ്റി ഞാൻ. അമ്പൂട്ടൻ എന്തോ ഒരു മൂടോട്ട് അവിടെ ഇന്നത്തെ ദിവസം കൊണ്ട് ഞാൻ നൂഡിൽസ് മടുക്കും വെറുക്കും. സത്യം. നിങ്ങളുടെ ഫേവറേറ്റ് നൂഡിൽസ് ഏതാണ് ഗൈസ്? കമന്റ് ചെയ്യണം കേട്ടോ. മസാല മുഴുവൻ ഇടട്ടെ? വേണ്ടല്ലേ, എത്ര ആവേശം വേണം. എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വാരിപ്പറക്കി ഇളക്കി തിന്നാം. ഹേ ഗൈസ്, അപ്പൊ നമ്മുടെ യപ്പി നൂഡിൽസ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ എപ്പിയുടെ ഒരു സ്റ്റോറി കിടക്കുന്നതുകൊണ്ട് എന്തോ, പക്ഷെ അതിൽ നിന്നൊക്കെ എപ്പി ഒരുപാട് മാറിയിട്ടുണ്ട് ഇപ്പം. ടാറ്റ നൂഡിൽസ് അല്ലേ? എനിക്ക് അത്ര കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. ഓവർ ഫ്ലേവർ. ഇത്രയും പൊടി വേണ്ടായിരുന്നു തോന്നുന്നു. ഫ്ലേവറിന്റെ ആവശ്യമില്ല, സാധാ ഇപ്പി തന്നെ അടിപൊളി. നമുക്കൊരു 5 എത്ര കൊടുക്കാം? ഇത് പാട്ടല്ലേ, ഒരു നൂഡിൽസ് ബേസ്ഡ് ടേസ്റ്റ് ഉള്ളത് കൊണ്ട് ഒരു 3.5. 3.5. ഓക്കെ. അപ്പം എപ്പി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തതിലോട്ട് പോവാം. എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു, എന്റെ പ്രതീക്ഷയൊക്കെ തകർത്തു. എന്നിട്ട് കഴിക്കുന്നില്ല. ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് നൂഡിൽസ് എന്ന് പറയുന്നത് ഇൻഡോലൈൻ ഇൻസ്റ്റന്റ് നൂഡിൽസ് ആണ്. ഇൻഡോലൈൻ അത് എം ആണല്ലേ? ഇൻഡോമി ആദ്യമായിട്ടോ ഈ ബ്രാൻഡ് കേൾക്കുന്നത്. കൂട്ടക്ഷരം. ഇൻഡോമി ഇൻസ്റ്റന്റ് നൂഡിൽസ്, ചിക്കൻ ഫ്ലേവർ, 70 ഗ്രാം, 448 കലോറി, റിഫൈൻഡ് മൈദയാണ്. പിന്നെ ഇനി വില എന്ന് പറയുന്നത് 20 രൂപ. നമ്മൾ എത്ര എണ്ണം കഴിച്ച്? എണ്ണ ഒന്നും ഇല്ല, കൊറേ ആയി. എല്ലാം ഒരേപോലെ നമ്മൾ കുറച്ച് ബ്രേക്ക് എടുത്തോട്ടോ, ഇല്ലെങ്കിൽ ശരിയാവത്തില്ല, കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ല ഗൈസ്. ഇതൊരു കണ്ടതിൽ വെറൈറ്റി ആണുള്ളത്. 2 സോസ് ഉണ്ട് കേട്ടോ. ഒന്ന് ബാംബു സോസ്, ഒന്ന് ചില്ലി, രണ്ടും കൂടെ ഉണ്ടേ. പക്ഷെ ഒരു കളറില്ല. ആ ചില്ലി എന്ന് പറഞ്ഞത് ചില്ലി പൗഡർ രണ്ടും കൂടി ഇതാണ്ട് ഇങ്ങനെ പൊട്ടിച്ചാൽ മതി. ഇങ്ങനെ പൊട്ടിച്ചേ. ഇത് മൈദയായിരുന്നു. ഇത് വൈറ്റ് കളറാട്ടോ. അതുമല്ല, ഇതിന്റെ പിന്നെ നമ്മളെ മസാലയ്ക്കൊന്നും ഒരു കളറല്ല, ആ പ്ലെയിൻ നൂഡിൽസിന്റെ അതേ കളറാ. പക്ഷെ 20 രൂപയ്ക്ക് കുഴപ്പമില്ല, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. 20 രൂപയ്ക്ക് പിന്നെ ബിരിയാണി തരണം. കുറച്ച് വെജിറ്റബിൾസ് കിട്ടാൻ നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ. എല്ലാത്തിലും ചിക്കൻ പിന്നെ മഷ്റൂം എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും അതൊന്നും ഇതിനകത്ത് കാണുന്നില്ല. ചിലപ്പോൾ ഒരു മസാലയ്ക്ക് അത് പൊടിച്ച് ചേർത്തിരിക്കുന്നതുകൊണ്ടായിരിക്കും കാണാത്തത്. അത് തിന്നിട്ട് ഇൻഗ്രീഡിയൻസ് നോക്കിയത് ടേസ്റ്റ് കേസ്. എന്തോ ഇത് എല്ലാത്തിലും ഉപ്പ്. അതുകൊണ്ടാ ഇൻഗ്രീഡിയൻസ് നോക്കുക. സോഡിയം എന്റെ പൊന്നെ 1700 തിന്നാൻ വയ്യ. ഉപ്പ്. പക്ഷെ പിന്നെ ഒരു കാര്യം, നമ്മൾ ആദ്യം ടേസ്റ്റ് ചെയ്യുന്ന ഉപ്പുണ്ടല്ലോ, ഇത് ഇച്ചിരി കഴിയുമ്പോൾ ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ ആ ഉപ്പ് തോന്നിയതില്ല. അത് ആദ്യമേ നാക്കതങ്ങ് യൂസ്ഡ് ആവുന്നതാണോ ഇല്ല, ഉപ്പ് ഇതിന് തന്നെ കാണുമല്ലോ, എങ്ങനെയാണെന്നറിയാൻ വയ്യ. നമ്മൾ ഈ ഉപ്പ് കഴിക്കാതെ ഇതൊന്നും ആരും ഉപ്പ് ഇത് തിന്നത് ഏറ്റവും ഭയങ്കര ഉപ്പ്. ഇത് 5 0 ഒന്നും കൊടുക്കുന്നില്ല. വിലയുടെ ഒന്നും അല്ല, ഉപ്പ് ഇറക്കാൻ വയ്യ, ഭയങ്കര ഉപ്പ്. പക്ഷെ ഇതിനകത്ത് ഫാറ്റ് ഇല്ല, ട്രാൻസ് ഫാറ്റ് ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ഷുഗർ ഇല്ല. ആ ഇട്ട പൊടിയില്ലേ അത് ഉപ്പായിരിക്കും, ആ കറുത്തത്. കറുത്തല്ല, വെള്ള. അപ്പൊ ചില്ലി ഉപ്പുമായിരിക്കും. ഉപ്പിന്റെ അത്ര. നമ്മളിപ്പം ചെയ്തതിൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്നത് നമ്മുടെ മാഗിയും പിന്നെ മില്ലറ്റും ആണ്. 5 സ്റ്റാർ കൊടുത്തിരിക്കുന്ന മില്ലറ്റിന് തൊട്ട് താഴെ നമ്മുടെ മാഗി, അതിന്റെ തൊട്ട് താഴെ ഇപ്പി, ബാക്കി എല്ലാം ബെസ്റ്റ് ആണ്. ഓക്കെ, അടുത്ത ട്രൈ ചെയ്യാം ഗൈസ്. അടുത്ത നെക്സ്റ്റ് ട്രൈ. ഈ നൂഡിൽസ് ഒരുപാട് തിന്നാലേ വെള്ളം കുടിക്കും, ഒരുപാട് ദാഹിക്കും. സത്യം, ഞാൻ അതുകൊണ്ട് ഇച്ചിരി കഴിക്കുന്നുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മുടെ അടുത്ത നൂഡിൽസ് സെഷ്വാൻ നൂഡിൽസ്. നമ്മൾ അവരുടെ ബ്രാൻഡ് നേരത്തെ എടുത്തായിരുന്നു, ചിങ്സ് സീക്രട്സ് അല്ലേ? അതെ. അപ്പം ഇത് ഇൻസ്റ്റന്റ് നൂഡിൽസ് ആണ്. ഇതിനകത്ത് കുറച്ച് കോൺസിന്റെയും പിന്നെ നമ്മുടെ മഷ്റൂമിന്റെയും അത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. പുള്ളി ഇതെന്തൊരു ചന്ദ്രനിൽ പോയിട്ട് നിൽക്കുന്ന. പ്രൈസ് 20 രൂപ. മൈദയാണ്,
255 കലോറിയാണ്. അപ്പോൾ കലോറി നോർമൽ, കുഴപ്പമില്ല. ഫോർ എനി കംപ്ലൈന്റ്. അത് ഇച്ചിരി നല്ല വെണ്ടയ്ക്ക ആശുപത്രി കൊടുത്തേക്കുന്നത്, അപ്പൊ കംപ്ലൈന്റ് ഒക്കെ വരുമെന്ന് തോന്നുന്നു. നല്ല വെള്ള പാക്കറ്റ് അല്ലേ? കലോറി എത്രയായിരുന്നു? 255. സോഡിയം കാണുമ്പോൾ എനിക്ക് പേടിയാ, അതുകൊണ്ട് അങ്ങനെ നോക്കുന്നു സോഡിയം എത്രയാണ്. എന്തൂടെ എല്ലാത്തിനും ഇങ്ങനെ ഉപ്പ് വാരി ഇടുന്നേ? പ്രഷർ കൂടും കേട്ടോ ഇങ്ങനെ ഉപ്പിട്ടാ. ഇടട്ടെ? അല്ലേ പ്രഷറാ. ഇതെല്ലാം ഈ ഒരു സാധനം തന്നെ വേറെ വേറെ പാക്കറ്റിലാക്കുന്നേ ഉള്ളു അല്ലേ? പണ്ട് ഈ ബ്രഷ് ഒക്കെ ചെയ്യുമ്പോൾ പൽപ്പൊടിയാണ് കഴിക്കുന്നത്. വേറൊരു കളർ ഷെഷ്വാൻ അല്ലേ? ഷെഷ്വാൻ അത് ചൈനീസ് അല്ലേ? സെഷ്വാൻ എന്ന് പറഞ്ഞാ സെഷ്വാൻ നൂഡിൽസ്, സെഷ്വാൻ ഫ്രൈഡ് റൈസ്. ദേശി ചൈനീസ് എന്ന് എഴുതിയിരിക്കുന്നത്, അപ്പം ചൈനീസ് ആയിരിക്കണം. ഇച്ചിരി വെള്ളം കൂടിപ്പോയി, അതിനുവേണ്ടി ഇച്ചിരി റെസ്റ്റ് എടുക്കാൻ ടൈം എടുത്തപ്പോഴേ റിലേ മൊത്തം പോയി. ഓക്കെ, ഒഴിക്കാൻ വെള്ളം ഒഴിക്കേ. ഇത് കറക്റ്റാ, ഒഴിക്കണം. ഇച്ചിരി വെള്ളമായി പോയി. ഞാൻ ടേസ്റ്റ് ചെയ്യാം. എനിക്ക് സെഷ്വ സൂപ്പർ ആയിരിക്കും. എനിക്ക് സെഷ്വ ഭയങ്കര ഇഷ്ടമാണ്. സെഷ്വൻ്റെ ഫ്രൈഡ് റൈസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചൂടുവെള്ളത്തിന് വരെ തിളച്ചോളാണോ തരുന്നത്? വെള്ളം കൂടി ഞാനല്ല വാഴ്ത്താത്ത പോലെ അതല്ല എന്റെ അടുത്ത് ദേഷിക്കുന്നേ. ചൂടാണ് കണ്ടൂടെ? അടുപ്പിന്ന് ഒഴിച്ച് അങ്ങനെ ഒഴിച്ചങ്ങ് തിന്നുവാണാ? നീ തിന്നു, ഞാൻ തിന്നോ? അല്ല, ഞാൻ എന്നെ കണ്ട് ചെയ്ത പോലെ ഞാൻ എന്തേലും എനിക്ക് ഇഷ്ടമാന്ന് പറഞ്ഞ് തന്നെ എടുത്ത് വെച്ച് ടേസ്റ്റ് ചെയ്തില്ലേ ആദ്യമേ? ഊതിട്ട് കഴിക്കണേ, ചൂടാ. എനിക്ക് വിവരമുണ്ട്. വിവരം കുറവാ. എന്തോ ഇൻസ്റ്റാൾമെന്റേഷൻ ഇല്ലേ? നിന്റെ വായിന് തന്നെ ഞാൻ കേട്ട് എന്റെ മൈൻഡില് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാ. നമ്മള് കുഞ്ഞിന്റെ ആ ഒരു ഹൈ ചെയർ ഫിക്സ് ചെയ്യുന്നതിന് ഇൻസ്റ്റാൾമെന്റേഷൻ അല്ല, ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ബുദ്ധിയുള്ള ഒരാളെ കേൾപ്പിച്ച് ആരും കണ്ടുപിടിച്ചില്ല. ഇൻസ്റ്റാൾമെന്റേഷൻ സെഷ്വാൻ പ്ലസ് തുപ്പൽ. പിന്നെ ഇത് കഴി ഇല്ല കഴിച്ചോ? പിന്നെ ചൂട് ആദ്യാ, പക്ഷെ മാറിയ ഇൻസ്റ്റാൾമെന്റേഷൻ ആയിട്ടുണ്ട്. സൂപ്പർ. ഉപ്പ് കുഴപ്പമില്ല, ആവറേജ് കേട്ടോ. ഇല്ല, ഇതില് സോഡിയം 1000 താഴെ ഉള്ളൂ, 900 ഉള്ളൂ. എനിക്ക് തോന്നി ഉപ്പ് കൂടുന്ന ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് വേണ്ടി സോഡിയം കൂട്ടുന്നത്. ഇത് കൊള്ളാം, കുഴപ്പമില്ല. ഈ ഒരു പ്രൈസിന് അല്ലേ കഴിക്കാം. എരിയില്ല, ഉപ്പില്ല. സത്യം പറഞ്ഞ ഒരു സൂപ്പ് കൂടുതലില്ലെന്ന്, ഒരു സൂപ്പ് ഒക്കെ കുടിക്കുന്ന ഒരു ടേസ്റ്റ്. നീ സൂപ്പ് ആക്കിയതാ വെള്ളം കൂട്ടിയിട്ട്? അല്ല, ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. നമുക്കൊരു അതുമല്ല ഇത് മൈദയാണ്, നമുക്ക് ഇതിനകത്ത് കാറ്റഗറി. ഇതിന് എത്രയാണ് റേറ്റ് വരുന്നത്? 20 ഉള്ളൂ. 20 രൂപ. നമുക്കൊരു 3 കൊടുക്കാം. 5 മൈദ 3 കൊടുക്കാം. ഔട്ട് ഓഫ് 5 നമുക്ക് 3 സ്റ്റാർ കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇനി അടുത്തോട്ട് പോവാം. ഗൈസ്, അടുത്തതിന്റെ ബ്രാൻഡിന്റെ പേരൊന്നും ചോദിക്കരുത്. ഞാൻ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ പറഞ്ഞുതരാം. ഇത് എനിക്കൊന്ന് ജാപ്പനീസിലെ എന്തോ കടുകട്ടി വാക്കുകളാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഏത് ബ്രാൻഡ്? ഇത് ബ്രാൻഡാണ് പൾഡോ. പണ്ട് ജംജന് പോയ ഒരു കഥയാണ് നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. ഇൻസ്റ്റന്റ് നൂഡിൽസ് വിത്ത് ബ്ലാക്ക് ബീൻ സോസ്. പടം കണ്ടു കഴിഞ്ഞാൽ വളരെ അടിപൊളി കളർഫുൾ ആയിട്ടുള്ള പടങ്ങളാണ് ഇതിനകത്ത് നിൽക്കുന്നത്. ടേസ്റ്റി സോസ്. ഇത് കറുത്ത കളറാട്ടോ ഇതിന്റെ സോസ്. അതെ, ഇത് ഉണ്ടാക്കുന്നതിന് വേറെ രീതികളുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഗോതമ്പ് 580 കലോറിയാണ് 200 ഗ്രാമിന്. അതായത് ഇത് മൊത്തം 200 ഗ്രാമേ ഉള്ളൂ. ഈ 200 ഗ്രാമിന് മൊത്തം 580 കലോറി. എവിടോ ഇടിച്ച് അയ്യോ, എവിടോ ഇടിച്ചല്ലേ? അയ്യോ, നീ ജംഗ്ജങ് ആയതാണോ? ജംഗ്ജങ് എടുത്തപ്പോഴേ കരച്ചു തീർന്നു. അതുപോലെ തന്നെ നമ്മളിത് ഉണ്ടാക്കുന്ന വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃദുലെ ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം നൂഡിൽസിലോട്ട് 600 ml വാട്ടർ ഒഴിക്കുക. ഓക്കെ, അത് ബോയിൽ ചെയ്ത് വരുമ്പോൾ അതിൽ നൂഡിൽസ് വേവിക്കുക 5 മിനിറ്റ്. അങ്ങനല്ലേ ഉണ്ടാക്കുന്നത്? അത് ബാക്കി വെടി പൊട്ടിക്കാതെ. ഡ്രെയിൻ ഔട്ട് ദ വാട്ടർ, ലീവ് 2 to 3 tablespoons വാട്ടർ ഇൻ ദാറ്റ് ബൗൾ. നമ്മളെ വെള്ളം ഡ്രെയിൻ ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് 3 സ്പൂൺ ഒഴിക്കുക. അത് ബോയിൽ ചെയ്യണ്ട, തണുത്തുള്ളാലും മതി. ഇറ്റ്സ് ഓൾ റൈറ്റ്. And add the black bean sauce in the noodles and mix it well. അതായത് ഇതിന്റെ സോസ് നൂഡിൽസ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇടാവൂ. അതായത് ചൂട് വേണ്ടായിരിക്കും. ആയിരിക്കാം, മേ ബി. അല്ല, ചൂട് വേണമെന്നില്ല, ഇത്രേ ഉള്ളൂ. അത് കൊറിയനിൽ എഴുതിയിട്ടുണ്ട്, വായിച്ചറിഞ്ഞോ? നിങ്ങൾക്ക് കൊറിയൻ അറിയാമെങ്കിൽ കുത്തിരിക്കൊക്കെ മാറ്റി പൊട്ടിച്ചിട്ട്. അപ്പം സോസ് പിന്നെ ഇത് പിന്നെ. ഓക്കെ, ഇത് ഇറക്കിയോ ഇല്ലയോ? ഇറക്കിയോ? മഞ്ഞ കളർ സെയിം. ഞാൻ ഈ കളർ കണ്ട് മടുത്ത് ഗൈസ്. അല്ല, മഞ്ഞല കളർ.
അതിൽ ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കുന്ന പറഞ്ഞ പോലെ മാഗി തിന്നു വെള്ളം കുടിച്ച് മുതുക്ക് സാധനം നോക്ക്. ബ്ലാക്ക് ബീൻ സോസ്. ഇവിടെ അത് ഇരിക്കുന്നു, തേങ്ങ ഇരിക്കുന്നതിനകത്ത്. ചാച്ചി അത് തിന്നാനുള്ള നിനക്ക് ഇങ്ങനെ കുത്തോടി പറയാൻ പറ്റത്തില്ല. വാങ്ങട്ടെ. കാരണം ഇപ്പോഴത്തെ അവന്റെ അവസ്ഥ വെച്ച് മഹാചട്ടമ്പിയാണ്. ഗൈസ്, അപ്പൊ നമ്മൾ എടുത്തതില് ഏറ്റവും വില കൂടിയ നൂഡിൽസ് ആണ് ഇതിന്റെ. എത്ര രൂപ? 160 രൂപ. ഓ, അങ്ങനെ നമ്മുടെ കൊൻചാൻ ജഗാമീൻ. യെസ്, അവൻ പൊട്ടിച്ചിരിക്കുകയാണ്. എല്ലാ നൂഡിൽസിനെക്കാട്ടിയും ടോപ്പിൽ കയറിയിരിക്കുകയാണ്. ഇനി വെള്ളം പറ്റിയില്ലേ? വെള്ളം പറ്റി. അതുപോലെ ഈ നൂഡിൽസിന് കണ്ട ഭയങ്കര കനം, മുതുക്ക് കനം. 2-3 ടേബിൾ സ്പൂൺസ് വേണം. വെള്ളം ഒഴിക്കണോ? വെള്ളം തെറിച്ച് ഇതില് വെള്ളം ഉണ്ട്. പറയുന്നുണ്ട് അതിൽ. ഇതിനകത്തോട്ട് ഞാൻ അങ്ങനെ അല്ല. മാറങ്ങോട്ട് ജാനേമൻ. അങ്ങനെ പടം ഉണ്ടല്ലോ പറയുമ്പോലെ. 2-3 ടേബിൾ സ്പൂൺസ്. ഒരു ടേബിൾ സ്പൂൺ. 2. ഓക്കെ. ഇനിയാണ് നമ്മുടെ ഐറ്റം. ഇനി നമ്മൾ ഇത് പൊട്ടിച്ചൊഴിക്കുകയാണ്. ഓക്കെ. ഈ കളർ മാറും. മാജിക് കണ്ടോ നിങ്ങള്? അയ്യോ, നമ്മൾ സോസ് ഒഴിക്കുക. ഇത് എന്തുവാണ് ഇത്? പുളിമുട്ടായോ? ഇത് സത്യം പറയാൻ എനിക്ക് വേണ്ട. ഈ കളർ കണ്ടാ നിങ്ങള്? കണ്ടാത് ചോക്ലേറ്റ് സിറപ്പാ. നല്ല ചവർപ്പുണ്ട് കേട്ടോ. അതിനേക്കാൾ കുറച്ചുകൂടെ കട്ടിയുള്ള ടെക്സ്ചർ. കളർ ഒരു ഇതിനകത്ത് എന്തോ ഉണ്ട സാധനം കിടക്കുന്നു. എടാ, ഇത് സോയാ സോസ് ആണ്. ബ്ലാക്ക് ബീൻ സോസ്. അത് എന്ത് സോസ് ആണ് ഗൈസ്? ഇത് നമ്മൾ എടുത്തതിൽ ഒരു വ്യത്യസ്തകരമായിട്ടുള്ള ഒരു ഐറ്റം ഇല്ലേ? അതുകൊണ്ടാണ് വിലയും. ഞാൻ ഇളക്കട്ടെ. ഇതിനകത്ത് എന്തോ കട്ടിക്ക് കിടപ്പുണ്ട് കേട്ടോ. മതി. ഇനി ജപ്പാൻകാരന്മാരുടെ ജപ്പാൻ ടേസ്റ്റ് ഇളക്കുക. ഇനി എന്തെങ്കിലും ഉണ്ടോ സോസ്? ഫുഡിനെ അപമാനിക്കരുത്. ഒരിക്കലും അപമാനിക്കരുത്. സത്യം. ഇനി എന്തെങ്കിലും ഉണ്ടോ സോസ്? കഴിഞ്ഞില്ല, തീർന്നു. ഇനിയും വേണോ? ഉണ്ടാക്കിയ ആളെന്നെ ടേസ്റ്റ് ചെയ്യും. അത് എന്തൊരു ഇതാണ് ഇത്. കഴിക്കാൻ തോന്നില്ല. സത്യമായിട്ട് നമ്മൾ ഇത്ര ഉണ്ടാക്കി കിടക്കല്ല. ഇതിനകത്ത് എന്തൊക്കെ കിടക്കുന്ന കഴിച്ചാണ്ട് ഇങ്ങനെ കണ്ടോ? കളറും ഒരുമാതിരി. ഇനി അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഇത് കണ്ടിട്ട്. അവരുടെ ഇഷ്ടമുള്ള സാധനം അതൊരു 150 രൂപ എടുക്കാൻ കഴിക്കണേ. കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ഐറ്റം. അതെന്നെ കൊണ്ട് കഴിപ്പിക്കാനുള്ള അടവാ. ടേസ്റ്റ് ചെയ്ത് നോക്ക്. കഴിച്ചതിൽ ബെസ്റ്റ് നൂഡിൽസ് എവർ. സ്മെല്ല് ഇട്ടിട്ട് അങ്ങനെ തോന്നില്ലല്ലോ. അത് അടവാട്ടോ, എന്നെ കൊണ്ട് കഴിപ്പിക്കാനുള്ള. എനിക്കറിയാം നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. വേസ്റ്റ് സാധനമായിരിക്കും ഇത്. കാരണം ഏട്ടന്റെ ടേസ്റ്റ് ഒന്നും ഇത് സെറ്റ് ആവൂല. ബെസ്റ്റ് നൂഡിൽസ് ഞാൻ കഴിച്ചത്. എന്നുവെച്ചാൽ ഒരു ജാപ്പനീസ്, ചൈന, ഒരു കൊറിയൻ ടച്ച് എവിടെയൊക്കെയോ. വായു വെച്ചോന്നു ഇതെന്ത് സാധനം? എന്ത് മാട്ട് സാധനം ഇത്? ഈ ബ്ലാക്ക് ബീന്റെ അവനെ കൊണ്ടുപോയിങ്ങോട്ട് ഇത് ഉണ്ടാക്കിയവനെ ഉള്ളവർക്ക് ഇഷ്ടമായിരിക്കും. എന്റെ മണ്ടയിൽ ഒരു മുട്ടയൊക്കെ പുഴുങ്ങി ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെക്കുക. എത്ര മാർക്ക്? 0 -5. വേസ്റ്റ് സാധനങ്ങൾ നമ്മൾ കഴിച്ചിട്ട് ഇത്രയും വിലയും കൊടുത്ത് വാങ്ങിച്ചിട്ട് ഇത്രയും വേസ്റ്റ് സാധനം വേറെ ഇല്ല ഗൈസ്. മലയാളികൾക്ക് നമുക്ക് ഈ ടേസ്റ്റ് സെറ്റ് ആവൂല. അവർക്ക് വേറെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ്. നിങ്ങൾ നമ്മൾ നേരെ കൊറിയയിലായിട്ട് ഒക്കോ എന്താ ഇളക്കിക്കൊണ്ടിരുന്ന കഴിക്കുന്നോ? ഇതിന്റെ ഒരു ആദ്യമായിട്ട് ഒരു സാധനം കാണുമ്പോഴേ അതിന്റെ ഉള്ള ഒരു എക്സൈറ്റ്മെന്റ്. ഉണ്ടെന്ന് കഴിച്ചു നോക്കി. ഇത് ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് എന്ത് സാധനം ഒന്നും അറിയാനാ. അത് ചവച്ചിട്ട് വേണേ. എന്താ സാധനം? അതെന്താ? സോസേജ് ഒക്കെ തിന്നുന്നുണ്ട്. എനിക്ക് വേണ്ട. എനിക്കങ്ങ് തികട്ടാൻ വരുന്ന കേട്ടോ. അയ്യോ, ബെസ്റ്റ് സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് സീരിയസ്ലി എനിക്ക് ഒബിറ്റ് ചെയ്യാൻ തോന്നുന്നു കേട്ടോ. എനിക്ക് അതിന് പറ്റുന്നില്ല. ഞാൻ നീ ബാത്റൂം എനിക്ക് ചില സാധനങ്ങള് നീ അത് ബാത്റൂമിൽ നിന്ന് കിച്ചണിൽ നിന്ന് മാറ്റി തരാം കേട്ടോ. ഞാൻ വാള് വയ്ക്കും. ഇനി നമുക്ക് ഒരെണ്ണോടെയല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് 10 ആവും കേട്ടോ. ആക്ച്വലി നമ്മൾ 10 അല്ല, നമ്മള് കുറെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അത്രയും ടേസ്റ്റ് ചെയ്തിട്ട് ഉള്ള ശേഷിയില്ലല്ലേ.
മടുത്ത് വയ്യ ഗൈസ്. ഇതൊരു എക്സ്പെരിമെന്റ് ആയിരുന്നു, ഒരു കിടുക്കാച്ച് വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. സോ നമുക്ക് ഒരെണ്ണം കൂടി ടെസ്റ്റ് ചെയ്യാനുണ്ട്. ഇനി ഒരു വർഷത്തെ വേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ സാധനം. ഇപ്പൊ കഴിച്ച സാധനം വേസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അടുത്തെടുത്തിരിക്കുന്നു കൊറിയൻ തന്നെയാണ്. ഈ കൊറിയനാണ് നമുക്ക് കൂടി ഇഷ്ടപ്പെടാത്തത്. ഇത് പക്ഷേ മാഗിയുടെ കൊറിയൻ നൂഡിൽസ് ആണ്. ആദ്യം എടുത്തതിൽ വന്ന് നിൽക്കുന്നു. ആദ്യം എടുത്തത് മാഗി, അവസാനം ഇത് കൊറിയൻ ബാർബിക്യൂ വെജ് ആണ്, ഇൻസ്പയർഡ് ബൈ കൊറിയൻ നൂഡിൽസ്. അവർ കോപ്പി അടിക്കും വേണത് എങ്ങനെയാണെന്ന് ശരിയാവുമെന്ന് അവർക്ക് തന്നെ ഒരു നിശ്ചയമില്ല. അതുകൊണ്ട് ഇൻസ്പയർഡ് എന്ന് അവർ പാക്കറ്റിൽ തന്നെ വെച്ചിട്ടുണ്ട്. കലോറി വരുന്നത് 321 കലോറിയാണ് 100 ഗ്രാമിന്. ഇത് മൈദയാണ്, ആട്ടയല്ല. എത്ര രൂപ? രൂപ വരുന്നത് 57 രൂപ. ഓക്കെ, 57 രൂപ. ഓക്കെ, അത്രേ ഉള്ളൂ സാധനം. എത്ര ഗ്രാം ഉണ്ടോ? 90 ഗ്രാം. അപ്പൊ 100 ഗ്രാം തികച്ചില്ല. അപ്പൊ 300 കലോറി ഇല്ല. ചില പാക്കറ്റിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ചിൽഡ്രൻസ് ആൻഡ് പ്രഗ്നന്റ് വുമൻസ് കഴിച്ചുകൂടാ, 1 വയസ്സിൽ താഴെ. അപ്പൊ അതൊക്കെ അത്രയും പ്രിസർവേറ്റീവ്സ് ഉള്ള സാധനമായിരിക്കും. നമ്മൾ വാങ്ങിച്ചതിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഗൈസ് സീരിയസ്ലി ഞാൻ നൂഡിൽസ് ഒരിക്കലും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തില്ല. നൂഡിൽസിൽ കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കഴിച്ച മില്ലറ്റിന്റെയോ അങ്ങനത്തെ ഉള്ള ബ്രാൻഡ്സ് വീറ്റിന്റെ തന്നെ കൊള്ളാത്തതുണ്ട്. പ്രിസർവേറ്റീവ്സ് ഒക്കെ നോക്കിയിട്ട് വാങ്ങാം. നമ്മൾ എന്ത് പ്രോഡക്റ്റ് വാങ്ങിച്ചാലും നമ്മൾ അതിനകത്ത് പ്രിസർവേറ്റീവ്സ് ബാക്കിലുള്ള ഈ സാധനം ഒന്ന് നോക്കിയിട്ട് വാങ്ങാം. ഓക്കെ, സോ നമുക്ക് അടുത്ത ഐറ്റം പൊട്ടിക്കാം. ഇതിന്റെ കണ്ണറയും വലിയ കണ്ണറ അല്ലേ? കൊറിയൻ നൂഡിൽസിന്റെ എല്ലാം മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് അതിന്റെ വള്ളി. ഞാൻ കുറച്ച് ആധികാരികമായി പറഞ്ഞതാ. ഓ, ഇതിനകത്തും നമ്മുടെ കുഞ്ഞുനാളിലുള്ള മറ്റേ പുളിമുട്ടായി ഉണ്ട് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഇത് പിന്നെ കുക്ക് ചെയ്തതിന് ശേഷം ഒഴിക്കേണ്ട സാധനമായിരിക്കും. കാരണം ഒന്ന് വായിച്ചു നോക്കൂ. ഫസ്റ്റ് വൺ ആഡ് നൂഡിൽസ് സീസണിംഗ് മിക്സ്. നിന്റെ ഇംഗ്ലീഷ് വായനത്ര പോരാ, ഞാൻ പറഞ്ഞുതരാം. ആഡ് നൂഡിൽ സീസണിംഗ് മിക്സ് ആൻഡ് സീസണിംഗ് ഓയിൽ to 250 ml approximates 1.4 gram 4 cup water. മനസ്സിലായോ? നീ വായിക്കുന്നതിന്റെ മലയാളം നീ തന്നെ പറഞ്ഞു തരണേ. നീ പകപോക്കാണല്ലേടാ. വായിച്ചല്ലോ പറ. അതെനിക്കറിയാം. ആഡ് നൂഡിൽ സീസണിംഗ് മിക്സ്, സീസണിംഗ് ഓയിൽ. ഇത് വെള്ളം ഒഴിച്ചിട്ടായിരുന്നു നമ്മൾ ഇത് ചെയ്യേണ്ടത്, വെള്ളത്തിൽ കലക്കിയിട്ടായിരുന്നു ചെയ്യേണ്ടത് അല്ലേ? അതല്ലേ ഉദ്ദേശിച്ചത്? ഇവിടെ മൊത്തത്തിൽ ഇടാനാ പറയുന്നത്. ആണോ? അതല്ലേ ഞാനും പറഞ്ഞത്. അല്ല, വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയല് 1 മിനിറ്റ് വെച്ചേക്കാൻ. 5 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞു, പിന്നെ ഹോൾഡ് ചെയ്യാൻ 1 മിനിറ്റും കൂടെ കുക്ക് ചെയ്തതിന് ശേഷം. കൊറിയൻ നമുക്ക് പിടിക്കത്തില്ല. നമുക്ക് കൊറിയൻ നൂഡിൽസ് പിടിക്കത്തില്ല. പക്ഷെ കൊറിയക്കാര് പറയുന്ന കൊറിയക്കാരാണ് ദ ബെസ്റ്റ് നൂഡിൽസ് കണ്ടുപിടിക്കുന്നതാണ്. തേങ്ങ ഇത് എണ്ണയാട്ടോ, ഇത് വേറെ ഒന്നുമല്ല. ഇത് വെളിച്ചെണ്ണ. അത് എഴുതിയിട്ടുണ്ട് സീസണിങ് ഓയിലെന്ന്. അതെ, ഒരു അബദ്ധം പറ്റി കേട്ടോ. ഇത് ഇച്ചിരി ഇതിനകത്ത് വീണ്. കുഴപ്പമില്ല, കഴിക്കൊണ്ടോ? അല്ല, ഇതിനകത്ത് ഒഴിക്കാനുള്ളതല്ലേ. കവറ് നമുക്ക് മാറ്റാം. അത് കുക്ക് ചെയ്ത് തേച്ച മുടി വളരുമെന്നാ തേച്ച് കാണീര്. ഇവിടെ ഇച്ചിരി കഷണ്ടി ഇല്ലേ തേരങ്ങോട്ട്. കഷണ്ടിയോ? എന്തൊരു വർത്താനം ഈ പറയുന്നേ ഗൈസ്. ബൈ ദ വേ, ഇത് മൃദുല ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യും. എനിക്കിതിൽ ഭയങ്കര പ്രതീക്ഷയാണ്. താങ്കൾക്ക് ഇതിൽ പ്രതീക്ഷ ഉണ്ടോ? എനിക്കിത് ഒട്ടും പ്രതീക്ഷയില്ല. പ്രതീക്ഷയില്ല? ഇല്ല. ഷൂ, ഇതിലൊക്കെ പ്രതീക്ഷ ഇല്ലെങ്കിൽ പിന്നെ ഏതിലെ പ്രതീക്ഷ ഉള്ളൂ? റാമേന്റെ കളർ പോലെ ആയേട്ടാ. ട്രൈ. അല്ല, സീരിയസിന്റെ മണമുണ്ട്. നീ ഒന്ന് ഇരുത്തി വലിച്ചു നോക്ക്. മണമുണ്ട്, കെട്ട മണം അല്ല, നല്ല മണം അല്ല. അങ്ങനെ പറയല്. മണത്ത് നോക്കിട്ട് പറ. നമ്മളൊരു കണ്ണടച്ചിട്ട് ഇതൊരു ചിക്കൻ കറിയുടെ മണമല്ലേ? എടി, ഇത് മണത്ത് നോക്കടി. സീരിയസിന്റെ മണമുണ്ടീ. എന്റെ ആവി അടിക്കുമല്ലേ, എനിക്ക് അറിയാം. എനിക്ക് മണക്കുന്നു പേഴ്സണലി ഞാൻ പറയല. എനിക്ക് മണമുണ്ടോ കേട്ടോ, മണം ഫീൽ ചെയ്യുന്നു. കറക്റ്റ് ആ റാമേന്റെ ഒക്കെ ഒരു ഇത് വരുന്നു. പറച്ചിലിട തോന്നി എന്നും ബ്രേക്ക്ഫാസ്റ്റിനോട് റാമേന കഴിക്കുന്നെന്ന്. കഴിച്ചിട്ടില്ലേ 2 വട്ടം? മതിയല്ലോ. ഇത് മൊത്തം നീ ഇരുന്ന് തിന്നും. ഇന്നത്തെ ചലഞ്ച് ഇത് മൊത്തം തിന്നും. നേരത്തെ അടുക്കള എനിക്കത് പിടിച്ചത് ഓർമ്മിക്കല്ലേ പൊന്നെ തന്നെ അതിനെ പറ്റി. നല്ല റെഡ് കളർ. അല്ല, നമ്മള് വെച്ചതില് ഏറ്റവും നല്ല അടിപൊളി കളറായി വന്നിട്ടുണ്ട്. കഴിഞ്ഞതിന് ബ്രൗൺ കളർ ആയിരുന്നെങ്കിൽ ഇതിന് റെഡ് കളർ. കഴിഞ്ഞതിന്റെ കളർ ഓർമ്മയില്ലേ? ഓ, അതൊരുമാതിരി ബ്രൗൺ കളർ. വേണ്ട. നോക്കി നിക്കണ്ടേ? മനസ്സിൽ വെക്കണേ. എന്റെ മനസ്സിലുണ്ട്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. വേണ്ട. കൊള്ളത്തില്ലല്ലേ. നമ്മൾ എപ്പോഴൊക്കെ ഇങ്ങനത്തെ ചലഞ്ച് ചെയ്താലും ആ ഫുഡ് ഒന്നും കൊള്ളാറില്ല. ടേസ്റ്റ് ഗൈസ്.
ജോളോ ചിപ്പാ നല്ല സ്പൈസിയാ. ആർക്കെങ്കിലും പണി കൊടുക്കണമെന്ന് പറഞ്ഞ ഈ സാധനം വാങ്ങാം. എന്ത് സ്പൈസിയാണ് ഇത്. ഭയങ്കര ഈ പച്ചമുളക് അച്ചാറൊക്കെ തിന്നൊരു ഫീലും നല്ല ഏരിയാട്ടാ. നമ്മള് മറ്റേ നമ്മളെ ചലഞ്ച് ചെയ്തില്ലേ മറ്റേ സ്പൈസി നൂഡിൽസ്, ആ സാധനം ഇത് നല്ല ഏരിയയില്ലേ. നല്ല എരിയുണ്ട്. ഔട്ട് ഓഫ് 5 എത്ര കൊടുക്കാം? അയ്യോ -5. കൊള്ളില്ല. ഇതിന്റെ വില എത്രയാണ്? 40, 59, 60, 57. സോ ഗൈസ്, അവർ ചലഞ്ച് ഈസ് വൈൻഡ് അപ്പ്. അപ്പോൾ നമ്മുടെ ഈ ചലഞ്ചിലെ ബെസ്റ്റ് നൂഡിൽസ് ഫൈൻഡിങ് ചലഞ്ചിലെ നമ്മുടെ വിന്നർ എന്ന് പറയുന്നത് യെസ് ഏതാണ്? സ്ലർപ്പ് ഫാമിന്റെ ഇൻസ്റ്റന്റ് മില്ലറ്റ് നൂഡിൽസ് മാഗി മസാല നോ മൈദ നോ ഫ്രൈഡ്. യെസ്, നോ മൈദ നോ ഫ്രൈഡ് എന്ന് പറഞ്ഞില്ലേ. അപ്പം എവനാണ് നമ്മുടെ വിന്നർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എവനാണ് വിന്നർ. ബാക്കി നമുക്ക് എന്നും മാഗിയുടെ ഉള്ളായിരുന്നു. ടേസ്റ്റിലും ഓക്കെയാണ്, ഹെൽത്തി ആയിട്ടും ഓക്കെയാണ്, എല്ലാം കൊണ്ട് കൊള്ളാം. സോഡിയം മറ്റേതിലൊക്കെ അപേക്ഷിച്ച് ഇതിൽ 400 ഉള്ളൂ കേട്ടോ. മറ്റേതിലൊക്കെ 1700, 2000 ഒക്കെ ഉണ്ടായിരുന്നു. സോ ഹെൽത്തി ആയിട്ടും ടേസ്റ്റ് വൈസും വിലയിലും അഫോർഡബിൾ ആണ്. എല്ലാ രീതിയിലും എവന് നമ്മൾ കൊടുക്കുകയാണ്. അമ്പൂട്ടൻ അവിടെ വണ്ടി ഉരുട്ടുവാണ് കേട്ടോ. ഇപ്പൊ തന്നെ നടക്കും, നടക്കാൻ ഇഷ്ടം ഇപ്പൊ അവന്. അമ്മ നടന്നോ? അണ്ടർവെയറിന്റെ വള്ളി അവനെക്കാട്ടിലുണ്ട്. അമ്മ ബ്ലൂം പറയാം ബാ. അമ്പ ബ്ലൂം പറയാം ബാ. ബ്ലൂം പറയാം ബാ. നടന്നു വാ. ബ്ലൂം പറയാം ബാ. ബാ ബാ നടന്നു വാ. ബാ ബ്ലൂം പറയാം ബാ. ബാ 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 ബാ. അയ്യോ, ഒന്നുകൂടി ബാ 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 ബാ. സ്പീഡ് കൂടി. അപ്പൊ ഗൈസ് അത്രേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അമ്പു ഇതാണ് കേട്ടോ വിന്നർ. ഓക്കെ, നിനക്ക് എന്തെങ്കിലും എതിരഭിപ്രായം അപ്പൊ ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതിലുള്ള വെറൈറ്റി കാണുന്നവരെ ബൈ. കൊണ്ടുപോക്കോ, ഇല്ലെങ്കിൽ ഇപ്പൊ ഇത് തൊട്ട് നോക്കിയാ മതി, തീർന്നമ്പോ. ജാപ്പനീസ് എടുക്കട്ടെ.